ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സാധാരണ റോബോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ്. സാധാരണ നമ്മളൊരു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ സിനിമ കണ്ടിട്ടുണ്ട്, അതുപോലെ എന്തിന് അതുപോലെയൊക്കെ നമ്മൾ ഒരുപാട് റോബോട്ടിൻ്റെ മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ ഒരു ലിനക്സ് പി സി വേണം. ലിനക്സോ വിൻഡോസോ, ലിനക്സ് ആണ് അധികം പ്രോഗ്രാം ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മൾ അധികം ലിനക്സ് ആണ് നല്ലത്. അപ്പോൾ നമുക്കൊരു ലിനക്സ് പി സി, അതുപോലെ തന്നെ പിന്നെ വേണ്ടത് ഒരു മൈക്രോ കൺട്രോളർ. ഇതൊരു ആർഡിനോ ആണ്. അതുപോലെ തന്നെ മൈക്രോ കൺട്രോളറാണ്, ഒരു ഡെവലപ്പിംഗ് ബോർഡാണ്. ഇതൊരു വേറെ ഡെവലപ്പിംഗ് ബോർഡാണ്, അതായത് ESP32S പറഞ്ഞ ഒരു ഡെവലപ്പിംഗ് ബോർഡാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് ഒരു ഓൺ ബോർഡ് കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ ഓൺ ബോർഡ് കമ്പ്യൂട്ടറായുള്ള റാസ്ബെറി പൈ, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഓൺ ബോർഡ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. റോബോട്ട് പറയുമ്പോൾ 3 ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഉണ്ട്. അതായത് ഒരു സെൻസിങ് പാർട്ട് ഉണ്ട്, ഒരു ആക്ച്വേറ്റിംഗ് പാർട്ട് ഉണ്ട്, പിന്നെ ഒരു പ്രോസസ്സിംഗ് പാർട്ട് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ റാസ്ബെറി പൈ, അതുപോലെ ഈ മൈക്രോ കൺട്രോളർ ഇതൊക്കെ ശരിക്കും ഒരു പ്രോസസ്സിംഗ് പാർട്ടാണ്. ഇനി അതിൻ്റെ സെൻസിങ് പാർട്ട് പറഞ്ഞാൽ സെൻസേഴ്സാണ്. സെൻസേഴ്സ് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ സിഗ്നൽസിനെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ഒരു വൺ ഫോം ഓഫ് സിഗ്നൽ ടു അനദർ ഫോം. സെൻസേഴ്സ്, ആക്ച്വേറ്റേഴ്സ് ഒക്കെ പറഞ്ഞ സംഭവങ്ങളാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരുപാട് സെൻസേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് PIR സെൻസർ, അൾട്രാസോണിക് സെൻസർ, ലോഡ് സെല്ല്. ഇത് PIR സെൻസർ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഓട്ടോമാറ്റിക് ലൈറ്റുകളിൽ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇത് പറയുമ്പോൾ DHT11 ഹ്യൂമിഡിറ്റി സെൻസർ. പിന്നെ നമുക്ക് IR സെൻസർ ഉണ്ട്, അതുപോലെ ഈ ലോഡ് സെല്ല്, ഇതൊക്കെ സ്ട്രെയിൻ ഗേജിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ് ലോഡ് സെല്ല്. പിന്നെ കറണ്ട് സെൻസർ, അങ്ങനെ ഒരുപാട് ഇതാണ് കറണ്ട് സെൻസർ. അങ്ങനെ സെൻസേഴ്സ് അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ വലിയൊരു റോബോട്ട് എടുക്കുന്നത്, വലിയ കിനെറ്റിക് ക്യാമറ, ലിഡാർ സെൻസർ, സ്ലാം ആൻഡ് നാവിഗേഷന് വേണ്ടിയുള്ള ലിഡാർ സെൻസർ, അതുപോലെ അങ്ങനെ ഒരുപാട് സെൻസേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇത് നമുക്ക് സെൻസർ പറയുമ്പോൾ നമ്മുടെ മനുഷ്യന്മാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ണ്, മൂക്ക്, ചെവിയൊക്കെയാണ് സെൻസർ. അതുപോലെ തന്നെ ഇനി കയ്യും കാലൊക്കെ ഒരു ആക്ച്വേറ്റിംഗ് പാർട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ 3 പാർട്ടിൽ വേറൊരു പാർട്ടാണ് ആക്ച്വേറ്ററിൽ പറയുമ്പോൾ മോട്ടറും കാര്യങ്ങളൊക്കെയാണ് വരിക. അപ്പോൾ മോട്ടർ പറയുമ്പോൾ ഇതൊരു വലിയൊരു മോട്ടറാണ്, ജോൺസൻ്റെ ഒരു മോട്ടറാണ്. റോബോ റേസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെയൊക്കെ റേസ് ബോട്ടിന്ന് അതിൻ്റെയൊക്കെ ഒരു പാർട്സ് ആണ് ഇതൊക്കെ. അതിൻ്റെ ഇത് പറയുമ്പോൾ ജോൺസൻ്റെ മോട്ടറാണ്. പിന്നെ അതിൻ്റെ ഈ സൈഡിൽ ക്ലാമ്പ്, പിന്നെ അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെയാണിത്. പിന്നെ ഇതാണ് അതിൻ്റെ ആക്ച്വേറ്റേഴ്സ്. പിന്നെ അടുത്ത ആക്ച്വേറ്റേഴ്സ് പറയുമ്പോൾ സെർവോമോട്ടേഴ്സ് ആണ്. ഇതാണ് സെർവോമോട്ടേഴ്സ്. ഇതാണ് സെർവോമോട്ടേഴ്സ്. ഈ സെർവോമോട്ടേഴ്സ് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് സിമ്പിളാണ്. ഇത് സാധാരണ ഒരു മോട്ടറാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതിലൊരു ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ടാവും. അതായത് ഒരു ഫീഡ്ബാക്കിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് പൊസിഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് സ്റ്റെപ്പർ മോട്ടർ, ഇതിൻ്റെ പോലത്തെ വേറെ മോട്ടറാണ് സ്റ്റെപ്പർ മോട്ടർ. നമുക്ക് കറക്റ്റ് ആംഗിൾ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ നമുക്ക് ഒരു പൊസിഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് എവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ റോബോട്ടിക് ആമിൽ, അല്ലെങ്കിൽ റോബോട്ടിൻ്റെ ഹെഡിൽ, അതുപോലെ ഒരു മൂവബിൾ പാർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെയൊക്കെ ഈ സെൻസേഴ്സ്, ഈ മോട്ടർ ആക്ച്വേറ്റർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് സാധാരണ ഒരു ബിഗിനേഴ്സ് അല്ലെങ്കിൽ സ്റ്റഡി പർപ്പസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ജമ്പർ വയർ കാര്യങ്ങൾ, നമുക്ക് കുറച്ച് ജമ്പർ വയർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 2 തരം ജമ്പർ വയർ ഉണ്ട്. അതായത് ഇത് മെയിൽ ടു ഫീമെയിൽ ജമ്പർ വയർ ഉണ്ട്, അതുപോലെ ഫീമെയിൽ ടു ഫീമെയിൽ ഉണ്ട്, മെയിൽ ടു മെയിൽ ജമ്പർ വയർ ഉണ്ട്. അങ്ങനെ കുറച്ച് തരം ജമ്പർ വയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇതിലൊരു സെൻസേഴ്സ് പറയുമ്പോൾ ഒരുപാട് ആക്ച്വേറ്റേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ അടുത്ത പാർട്ട് പറയുമ്പോൾ ഇതാണ്. പിന്നെ നമുക്ക് സോഫ്റ്റ്വെയർ പാർട്ട് നമുക്ക് നോക്കാം. സോഫ്റ്റ്വെയർ പാർട്ട് പറയുമ്പോൾ അതിൽ ഇപ്പോൾ റോബോട്ട്സ് എന്ന സംഭവമുണ്ട്, റോബോട്ടിക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് അതൊരു മിഡിൽ വെയർ ആണ്. ശരിക്കും നമ്മൾ റോബോട്ടൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് മെയിൻലി പൈത്തണിലാണ് പ്രോഗ്രാം ചെയ്യുക. പൈത്തണിൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ C++ നമുക്ക് പ്രോഗ്രാം ചെയ്യാം റോബോട്ടിനെ. അല്ലെങ്കിൽ ഈ ആർഡിനോയിലൊക്കെ നമ്മൾ സാധാരണ കുഞ്ഞ് റോബോട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആർഡിനോയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ചെറിയ ബിഗിനേഴ്സിന്, കിഡ്സിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ആർഡിനോ സാധനം വെച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. പിന്നെ അതിനേക്കാളും കൂടുതൽ ലെവലിൽ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അതുപോലെ ഈ റാസ്ബെറി പൈ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഹൈ ലെവൽ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ലിനക്സ് PC പോലത്തെ ഹൈ മൈക്രോ പ്രോസറും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതിലൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പറയുമ്പോൾ പൈത്തൺ ലാംഗ്വേജ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഫേസ് റെക്കഗ്നൈസേഷനോ ഓഡിയോ റെക്കഗ്നൈസേഷൻ കാര്യങ്ങളെല്ലാത്തിനും പൈത്തൺ ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു റോബോട്ടിൻ്റെ ഒരു ഏറ്റവും ചെറിയൊരു കുഞ്ഞ് റോബോ ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞപ്പോൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇതിനേക്കാളും കൂടുതൽ ഡീറ്റെയിൽസിൽ ഓരോ പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിർത്തുന്നു.